നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഞാൻ സിനിമയിൽ നല്ല വേഷവും മോശം വേഷവും വെച്ചാൽ ഈ പലതരം സീനുകൾ ചെയ്തിട്ടില്ല. നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നെപ്പറ്റി ഇവിടെ പല ആരോപണങ്ങളും ഈ അടുത്ത കാലത്തൊക്കെ വന്നിട്ട് ഏതെങ്കിലും സ്ത്രീ എനിക്കെതിരെ എവിടെയെങ്കിലും അവരെ വാക്കില്ലാതെ നോക്കുകയോ അവരോട് വാക്കില്ലാതെ സംസാരിക്കുകയോ തൊടുകയോ ചെയ്യുന്ന എവിടെയെങ്കിലും ഒരു പരാതി വന്നാൽ നിങ്ങൾക്ക് പറയാമോ? ഈ 56 വർഷത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ വലിയ സൂപ്പർ സ്റ്റാർ ഒന്നുമല്ല. പല സെറ്റുകളിലും വെറുതെ ഇരിപ്പാണ്, പല ദിവസങ്ങളും ഷൂട്ടിംഗ് ഇല്ലാത്ത ആ ദിവസങ്ങളിൽ പോലും എനിക്കെതിരെ എന്തെങ്കിലും നിങ്ങൾ പറയും. അതുകൊണ്ട് ഈ ആരോപണങ്ങളും FIR ഒക്കെ ക്വാഷ് ചെയ്യാനും നമുക്ക് ഇവിടെ കോടതികളുണ്ട്, നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റും. തെളിവില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് തിരിച്ചറിവുള്ള സമൂഹത്തിൽ തിരിച്ചറിവുള്ളവർക്കെതിരെ എന്തും ആരോപിക്കാം. ഒന്നാമത്തെ വിഷയം എടുത്തിരും സ്ത്രീ വിഷയം, അതില്ലെങ്കിൽ ജാതി പരാമർശം, ഇങ്ങനത്തെ കുറേ സാധനം എടുത്തിരും. പക്ഷെ ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞോളൂ. കാരണം പൊതുജനത്തിനും ബുദ്ധിയുള്ളവരല്ലാതെ ജനം മണ്ടന്മാരൊന്നുമല്ല. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നമുക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ ധാരാളം കിട്ടിയവരാ, എല്ലാവർക്കും മിനിമം വിദ്യാഭ്യാസം ഉള്ളവരാ. അതുകൊണ്ട് ഒരാഴ്ച 2 ആഴ്ച അല്ലെങ്കിൽ 10 തവണയ്ക്ക് ഇത്തരം കാര്യങ്ങൾ പറയാം. ഇതൊന്നും നിലനിൽക്കാൻ പോകുന്ന കഴമ്പില്ലാത്ത ആരോപണങ്ങളാണ്. അല്ല, നമുക്ക് ബാധിക്കാനുള്ളത് വരികയെന്ന് വെച്ചാൽ നമുക്ക് തടയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നന്ദി പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തിരുവനന്തപുരം മണ്ഡലത്തിലാണ് ഇലക്ഷൻ നിന്നത്. നിങ്ങൾക്കറിയാം, തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ അതിനകത്താണ് ഈ കടപ്പുറം മേഖല വരുന്നത്, പ്രത്യേകിച്ച് വലിയ തുറയുള്ള കുട്ടികളാണ് ഇതിനകത്ത് എല്ലാവരും. ഈ ജാതീയതയും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കിന്ന് ഒരാളെ പരിചയപ്പെടുമ്പോൾ അയാളുടെ മതം എന്ത് ജാതി എന്ന് വളരെ ഈസി ആയിട്ട് അറിയാം. എനിക്ക് അത് നോക്കിയിട്ട് സ്ഥാപനത്തിൽ ആളെ എടുത്താൽ പോരെ. ഇത് ഞാൻ ഇലക്ഷൻ എന്ന സ്ഥലത്തെയാണ്. നിങ്ങൾക്കറിയാം, ഞാൻ ഇലക്ഷൻ തോറ്റ ഒരാളാണ്. തോറ്റിട്ട് പോലും ആ മണ്ഡലത്തിൽ മിനി ഫിഷിംഗ് ഹാർബർ കൊണ്ടുവരാൻ വേണ്ടി കേന്ദ്രമന്ത്രി റുബാലെ വരെ ഇവിടെ കൊണ്ടുവന്നതാണ്. സാറിന് തോറ്റു കഴിഞ്ഞാൽ മണ്ഡലത്തിൽ നിന്ന് പറക്കും, പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. ആ മണ്ഡലത്തിന് വേണ്ടി പ്രവർത്തിച്ചു. കാരണം നമ്മളെല്ലാം മത്സ്യം കഴിക്കുന്നവർ, നമ്മുടെയൊക്കെ വീട്ടിൽ പണ്ട് മീൻ കൊണ്ടുവരുന്ന ചേച്ചിമാരുണ്ടായിരുന്നു. ഇവരുമായിട്ട് നമുക്ക് വളരെ ബന്ധമാണ്, പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാർക്ക്. ഇവരൊക്കെ താമസിക്കുന്നതും ഇവരുടെയൊക്കെ വീടുകൾ എനിക്കറിയാം. ആ ഏരിയയിൽ പോയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. 5 പൈസ നേട്ടം ഉണ്ടായിട്ടല്ല, കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ. ആ മേഖലയിലുള്ള കുട്ടികളാണ്. അപ്പോൾ എനിക്കിതിനകത്ത് അവരുടെ മതം നോക്കാൻ, സ്വാഭാവികമായിട്ടും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ ഭൂരിപക്ഷവും ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതിലുള്ള കുട്ടികളാണ് ഇന്ന് നിൽക്കുന്നത്. എനിക്കെന്താ അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തി ഇല്ല എൻ്റെ മതം എൻ്റെ ജാതി എന്ന് പറഞ്ഞ് വെക്കാമല്ലോ. ഇനിയിപ്പോൾ ഭയമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാളെ നിർത്തിക്കഴിഞ്ഞാൽ നാളെ ആരോപണം എന്തൊക്കെ വരുന്ന ആലോചിച്ചിട്ട് വേണം ഇനി സ്റ്റാഫുകളെ വെക്കാൻ പോലും. അത്തരത്തിലുള്ള അവസ്ഥയിലോട്ട് നമ്മൾ പോവുകയാണ്. ഇത് കേരളത്തിൽ അങ്ങനെ മതസ്പർദ്ധയോ ജാതി സ്പർദ്ധയോ ഇല്ല. ഇത്തരം ക്രിമിനൽ പ്രവൃത്തിയിൽ നിൽക്കുന്നവർ പറഞ്ഞു പ്രചരിപ്പിക്കും. അതാണ് ഇവിടുത്തെ അപകടം. അത് നമ്മളിത് തിരുത്തേണ്ട സമയം കഴിഞ്ഞു. കാരണം ഒരു കള്ളത്തരം പിടിക്കപ്പെട്ടാൽ പിന്നെ പൊതുസമൂഹത്തിൽ ഒരാളെ നാറ്റിക്കാനായി ചെളിവാരി എറിയാനായിട്ട് എന്തൊക്കെ പ്രയോഗിക്കാമോ അതിലൊന്നാണ് ഈ സ്ത്രീ വിഷയം. 2 ജാതി പ്രശ്നം. ഇതൊന്നും ഇവിടെ ഇല്ല. എൻ്റെ മക്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഞങ്ങളുടെ വീട്ടിൽ ആരേത് ജാതി എന്ന് അറിയാത്ത രീതിയിലാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഇനി എൻ്റെ മക്കൾ കല്യാണം കഴിക്കാൻ വന്നവരൊക്കെ ഇനി മറ്റ് മതത്തിൽ നിന്ന് പോലും വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ജാതിയും മതവും നമ്മൾ സംസാരിക്കാതിരിക്കുക. ഇത്തരം കേസുകൾ ആദ്യമേ നമ്മൾ കട്ട് ചെയ്ത് വിടുക. നമ്മൾ എടുക്കരുത് ഇത്തരം വാർത്തകൾ, ദയവീത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.